അങ്ങ് നേരിട്ടോ അല്ലെങ്കിൽ അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോ ചെയ്ത നടപടികൾക്ക്, അത് ശാരീരികമായ മർദ്ദനമായാൽ പോലും, വിധേയരായ ആളുകൾ പിന്നീട് ആഭ്യന്തരമന്ത്രി വരെ ആയ സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട്. ഈ സന്ദർഭങ്ങൾ എങ്ങനെയാണ് പൊരുത്തപ്പെടൽ, അല്ലെങ്കിൽ ഈ അവസ്ഥാന്തരങ്ങൾ എങ്ങനെയാണ്, ഹൗ യു ആർ മാനേജിങ് ഡിഫറെന്റ് സിറ്റുവേഷൻ? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജോലി ചെയ്യുന്നത് നാം ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ സംഗതി ചെയ്യുക എന്നുള്ളതാണ്. ആ ജോലി ചെയ്യുമ്പോൾ ഒരു വിരോധം ആരോടുമില്ല, ഒരു ദേഷ്യം ആരോടുമില്ല. നാം ഒരു അവസ്ഥ, എന്താണ് താങ്കൾ പറഞ്ഞതുപോലെ നാം ഒരു അവസ്ഥാന്തരങ്ങളിൽ പെട്ടുപോയി, ഒരവസ്ഥയിൽ പെട്ടുപോയി. ആ അവസ്ഥ മാറുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോകുന്നു. അതിന്റെ ഫലമായിട്ട് നമുക്ക് ചിലപ്പോൾ ലാത്തിചാർജ് നടത്തേണ്ടി വരുന്നു, നമുക്ക് വെടിവെപ്പ് നടത്തേണ്ടി വരുന്നു. പക്ഷെ ഇതൊന്നും ഒരു ദേഷ്യത്തിലല്ല, ഒരാളോടുള്ള ഒരു വിരോധത്തിലല്ല, ആരെങ്കിലും ഉപദ്രവിക്കണമെന്നുള്ള ബോധപൂർവമായ ചിന്തയിൽ അധിഷ്ഠിതമല്ല. ആ സമയത്ത് തന്നെ നമ്മുടെ നടപടി മൂലം പരിക്കേൽക്കുന്നവരോടും, നമ്മുടെ നടപടി പോലും ഒരുപക്ഷെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നവരോടും, വെടിവയ്പ്പിൽ കൊല്ലപ്പെടുന്നവരോടും ഒക്കെ നമുക്ക് തന്നെ സിമ്പതിയാണുള്ളത്. ഇതാണ് പ്രധാനമായ കാര്യം. അവരോട് വിരോധമല്ല. കാരണം അവരുടെ കാര്യം നോക്കുക. അവരേതോ ഒരു പഠനത്തിനായിട്ട് വന്നു, ഏതോ ഒരു ആൾക്കൂട്ടം കണ്ട് അവർ വന്ന് കിടന്നു. ഏതൊരു ആൾക്കൂട്ടത്തിൽ പെട്ടപ്പോഴാണ് ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടായത്, പോലീസ് വെടിവെച്ചു. ചിലപ്പോൾ കാഴ്ചക്കാരനായിരിക്കും വെടിവെച്ചത്. അവന്റെ അവസ്ഥാന്തരം എത്ര ഭയാനകമാണ്. അപ്പോൾ ഈ ഒരു വീക്ഷണകോണത്തിൽ കൂടെ നമുക്ക് അതിനെ കാണണം. അങ്ങനെ പല രസകരമായ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നടത്തിയ ലാത്തിചാർജിൽ അടി കൊണ്ട ആള് പിന്നീട് കേരളത്തിന്റെ ധനമന്ത്രിയായി. ചില ആളുകൾ വലിയ ഭരണപരമായ ഉന്നത സ്ഥാനങ്ങളിൽ ചെന്നു. പക്ഷെ അവരെല്ലാവരും തന്നെ എന്റെ ഇന്നും അന്നും എല്ലായ്പ്പോഴും വലിയ സുഹൃത്തുക്കളാണ്. കാരണം ഒരിക്കലും ഒരു വ്യക്തിപരമായ വിരോധത്തിൽ കൂടി ചെയ്ത കാര്യങ്ങളല്ല അത് എന്നുള്ള കാര്യത്തിൽ അവർക്കും എനിക്കും കാര്യമായ ഉറപ്പുണ്ട്. അങ്ങ് പരന്ന വായന, ഈ DGP സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം 4 വർഷം വായിക്കാൻ പറ്റിയില്ല എന്ന് കേട്ടു. പരന്ന വായന അങ്ങയുടെ സ്വത്താണ്, ശീലമാണ്. ആ അടിസ്ഥാനത്തിൽ ഭഗവത്ഗീതയെല്ലാം അങ്ങ് വായിച്ചു കാണും. ഈ ഭാരത യുദ്ധത്തിന്റെ ആ യുദ്ധക്കളത്തിൽ അർജുനൻ ആ ഒരു പ്രതിസന്ധിയിലായപ്പോൾ ശ്രീകൃഷ്ണൻ ഇത് തന്റെ കർമ്മമാണ്, ചെയ്തേ പറ്റൂ, അതുപോലെയുള്ള ഒരു ഉൾവിളി, ഈ പോലീസ് ആദർശത്തിന്റെ ഒരു ഉൾവിളി അങ്ങേപ്പോലുള്ളവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. കഠിനമായ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ്. പലപ്പോഴും നാം ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്നതോ ഇഷ്ടപ്പെടുന്നതോ അല്ല. പക്ഷേ നാം ഉൾപ്പെട്ട അവസ്ഥയുടെ പ്രത്യേകത കൊണ്ട്, അതിലുള്ള നിയമവ്യവസ്ഥയുടെ കാർക്കശ്യം കൊണ്ട്, സമാധാനം സംരക്ഷിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യം കൊണ്ട്, ഈ രാജ്യത്തെ പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റണമെന്നുള്ള നിർബന്ധം കൊണ്ട് പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്തത് നാം ചെയ്യേണ്ടതായിരിക്കും, പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും. അപ്പോൾ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട കാര്യം ഇഷ്ടമില്ലാത്തതാകുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന സമ്മർദ്ദം ഇത് സാധാരണ വ്യക്തികൾക്കുണ്ടാവില്ല. ഇത് പോലീസുകാരന്റെ എല്ലാ ദിവസവും ദൈനംദിനം എല്ലാ പോലീസുകാരനും, വഴിയിൽ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാരൻ മുതൽ DGP വരെയുള്ള എല്ലാവരും അനുനിമിഷം അനുഭവിക്കുന്ന സംഘർഷമാണ്. ഇത് ഒന്ന് തെറ്റിപ്പോയാൽ ഓരോ നിമിഷവും തീരുമാനം എടുത്തേ പറ്റൂ. തീരുമാനം ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റില്ല. ഒരു പോലീസിന്റെ ഒരു തീരുമാനം നാളത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഇന്ന് ശരിയോ തെറ്റോ ഇന്ന് തീരുമാനിച്ചേ പറ്റൂ. പലപ്പോഴും തെറ്റിപ്പോവും, പലപ്പോഴും ശരിയായിരിക്കും, പലപ്പോഴും ശരിയും തെറ്റുമല്ലാത്തൊരവസ്ഥയായിരിക്കാം. പക്ഷെ ആ തീരുമാനം നമ്മൾ എടുത്തേ പറ്റൂ. ആ തീരുമാനം എടുക്കുമ്പോഴെല്ലാം കഠിനമായ മാനസിക സംഘർഷത്തിന് ഓരോ ഉദ്യോഗസ്ഥന്മാരും വിധേയരാകാറുണ്ട്. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോയി, അതുമൂലം നാം ഉദ്ദേശിക്കാത്ത ഫലം ഉണ്ടായി എന്നറിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വ്യാകുലത, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്ക നമുക്ക് അളക്കാവുന്നതിലേറെയാണ്. അപ്പോൾ ഇത് എല്ലാ പോലീസുകാരും അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമാണ്. പല പഠനങ്ങളും കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം ഉള്ളത് ഈ ജോലിക്കാണ്. ഈ ജോലിയേക്കാൾ കഠിനമായ മാനസിക സംഘർഷം ഉള്ളത് എയർ ട്രാഫിക് കൺട്രോളറുടെ ജോലിയാണ്. ലോകത്തിൽ തന്നെ ഇത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടപെടുന്ന എല്ലാ പ്രശ്നങ്ങളും 2 സൈഡുള്ളതാണ്. അല്ലെങ്കിൽ പോലീസിന് മുമ്പ് പ്രശ്നമില്ല. ഒരു സംഗതിക്ക് 2 സൈഡില്ലെങ്കിൽ പോലീസിന്റെ ഭാഗം പ്രശ്നം വരില്ല. ഒരു വാദിയും ഒരു കൗണ്ടർ വാദിയും കാണും. ഇല്ലെങ്കിൽ പോലീസിന് ഭാഗം പ്രശ്നമില്ല. അതായത് സമൂഹത്തിലെ കുടുംബങ്ങളോ വ്യക്തിബന്ധങ്ങളോ സുഹൃത്ത് ബന്ധങ്ങളോ അല്ലെങ്കിൽ മതപരമായ ബന്ധങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധങ്ങൾക്കോ പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷനായിട്ടോ ഒരു ക്രൈമായിട്ടോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സമൂഹം മറ്റു രീതിയിൽ ഉപേക്ഷിച്ച കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് മറ്റു രീതിയിൽ പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പോലീസിന് മുമ്പാകെ വരുന്നത്. അതാണ് ഈ പോലീസുകാരൻ സോൾവ് ചെയ്യേണ്ടത്. അപ്പം അതും നൈമിഷികമായിട്ടുള്ള ധാരണകൾ കൊണ്ട്
അവൻ തീരുമാനങ്ങൾ എടുക്കുകയും വേണം. അപ്പോൾ കഠിനമായ മാനസിക സമ്മർദ്ദമാണ്. അത് ചിലപ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ പലപ്പോഴും അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാര്യം, പലപ്പോഴും മാധ്യമങ്ങൾ അതിനുള്ള ഒരു അലവൻസ്, ഒരു ഡിസ്കൗണ്ട് ഈ പോലീസുകാരന് നൽകാറില്ല. തെറ്റിപ്പോയാൽ ഇവൻ മനഃപൂർവ്വം അത് തെറ്റിച്ചു, ഇവൻ ഇത് തെറ്റിക്കാൻ വേണ്ടി വന്നതാണ്, ഇവൻ ബോധപൂർവം ഇതിനു വേണ്ടി പ്രോഗ്രാം ചെയ്യപ്പെട്ട് നമ്മളെ അടിച്ചമർത്താൻ വേണ്ടി വന്നതാണ് എന്ന രീതിയിലുള്ള വിമർശനമാണ്. വിമർശനത്തിന് ശക്തി പകരാനും ഇതിന്റെ വായനാസ്വാദ്യത വർദ്ധിപ്പിക്കാനും വേണ്ടി പലപ്പോഴും മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത്. രാഷ്ട്രീയ കൊലപാതകം, കൊലപാതക രാഷ്ട്രീയം, രാഷ്ട്രീയ പ്രബുദ്ധത അല്ലെങ്കിൽ രാഷ്ട്രീയ അതിപ്രസരം ഏറെയുള്ള, ആവശ്യത്തിലേറെയുള്ള കേരളത്തിൽ വളരെ ഗുരുതരമായ ഈ രണ്ട് പദങ്ങൾ അല്ലെങ്കിൽ രണ്ട് പദസങ്കല്പങ്ങൾ, ആശയങ്ങൾ, അത് തമ്മിലുള്ള വ്യത്യാസം അങ്ങ് വളരെ നിഷ്ഠയോടുകൂടി തന്നെ വിവരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് അതായത് രാഷ്ട്രീയ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വിക്കിപീഡിയ, ഇപ്പൊ ഏറ്റവും എളുപ്പമുള്ളത് വിക്കിപീഡിയയാണ്. വിക്കിപീഡിയ നോക്കിയാൽ മതി. പൊളിറ്റിക്കൽ ക്രൈം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്രൈം എന്നുള്ളത് അന്തർദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലുണ്ട്. അത് പലർക്കും അറിയാത്ത കാര്യമാണ്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മെൻഷൻസ് പൊളിറ്റിക്കൽ ക്രൈം. എ പൊളിറ്റിക്കൽ ക്രൈം ഈസ് എ ലെസർ ക്രൈം. അതിന്റെ സീരിയസ്നെസ് കുറവായിട്ടാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ കാണുന്നത്. അതായത് ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് അസൈലം കൊടുക്കണമെങ്കിൽ ആ അസൈലം കിട്ടാനുള്ള സാധ്യത ഇയാളൊരു പൊളിറ്റിക്കൽ ക്രിമിനൽ ആണെങ്കിൽ വർദ്ധിക്കുകയാണ്. അങ്ങനെ പൊളിറ്റിക്കൽ ക്രിമിനലിനോട് എപ്പോഴും ഈ നീതിന്യായ വ്യവസ്ഥ തന്നെ ഒരു ലൈറ്റർ കൺസിഡറേഷനാണ്. ജവഹർലാൽ നെഹ്റു പൊളിറ്റിക്കൽ ക്രിമിനൽ. അതെ, ഇന്നലെ കേരള ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ വിധിയിൽ ഒരു ഭരണകൂടത്തെ മാറ്റുന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിലെ പാകപ്പിഴകളെ കുറിച്ചോ പൗരന്മാർ ശബ്ദമുയർത്തുന്നതും പ്രവർത്തിക്കുന്നതും തെറ്റല്ല എന്ന് ഏതാണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു. അതെ, പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരാണ്. മഹാത്മാഗാന്ധി പൊളിറ്റിക്കൽ ക്രിമിനലായിരുന്നു, ബ്രിട്ടീഷ് ഭരണകൂടമായിരുന്നു, അദ്ദേഹം പൊളിറ്റിക്കൽ ക്രിമിനൽ, നെഹ്റു പൊളിറ്റിക്കൽ ക്രിമിനലായിരുന്നു. അപ്പം ഈ ആലോചിച്ചുറപ്പിച്ച് നികൃഷ്ടമായി ഹീനമായി ഒരു കൊലപാതകം ചെയ്യുന്ന ആളെ നമ്മൾ അങ്ങനെ വിളിക്കാമോ? അങ്ങനെ വിളിക്കാമോ? അയാൾക്കൊരു പൊളിറ്റിക്കൽ ക്രിമിനലിന്റെ റെസ്പെക്ടബിലിറ്റി നൽകാമോ? മഹാത്മാഗാന്ധി ഹി ഹാഡ് കൺസിഡർഡ് പൊളിറ്റിക്കൽ ക്രൈം, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ഹാഡ് കമ്മിറ്റഡ് എ പൊളിറ്റിക്കൽ ക്രൈം. ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാം തന്നെ ജയിലിൽ കിടന്നവരാണ്. പക്ഷെ അവർ ക്രിമിനൽസ് ആയിട്ടാണ് അന്നത്തെ നീതിന്യായ വ്യവസ്ഥ കണ്ടെങ്കിലും അവർ പൊളിറ്റിക്കൽ ക്രിമിനലായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗൂഢാലോചനയുടെ ഭാഗമായി വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയാനിഷ്ടങ്ങളുടെ പ്രത്യാഘാതങ്ങളായി നമ്മളോട് രാഷ്ട്രീയ വ്യത്യസ്തത പുലർത്തുന്ന ഒരാളെ വകവരുത്തുന്നതിന് വേണ്ടി ഉന്നതമായ യാതൊരു രാഷ്ട്ര ചിന്തയുമില്ലാതെ നടത്തുന്ന ഈ ഹീനമായ പ്രവർത്തനങ്ങളെ നമ്മൾ രാഷ്ട്രീയ കൊലപാതകം എന്ന് വിളിക്കാൻ പാടില്ല, മറിച്ച് കൊലപാതക രാഷ്ട്രീയം എന്ന് വിളിക്കണം. ഇതാണ് അതിന്റെ കാര്യം. കാരണം കൊലപാതകത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കൊലപാതക രാഷ്ട്രീയം. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഈ ഡിസ്റ്റിങ്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരു വലിയ ആപത്ത് നമുക്കുണ്ടാകും. പോലീസുകാർ, പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസ് മേധാവികൾ, ഈ മൂന്ന് തലങ്ങളിൽ ഉള്ളവർ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ ലഘൂകരിക്കാനും അവരെ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ആ കണ്ടീഷനിൽ നിന്ന്, ആ സമ്മർദ്ദത്തിന് വിധേയമായ ആ പിരിമുറുക്കത്തിൽ നിന്ന് ഒന്ന് ആശ്വസിപ്പിക്കാനുമുള്ള എന്തെങ്കിലും മനഃശാസ്ത്രപരമായ സംവിധാനങ്ങൾ നമ്മുടെ പോലീസ് ഘടനയിലുണ്ടോ സാർ? ഞാൻ ഇതുവരെ ഘടനയിൽ അങ്ങനെ ഘടനാപരമായിട്ട് ചേർത്തിട്ടില്ല. പക്ഷേ നമ്മുടെ പോലീസ് ആക്ട് അമെൻഡ് ചെയ്തപ്പം ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വകുപ്പ് നമ്മുടെ പോലീസ് ആക്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലല്ല, ലോകത്തിലെ തന്നെ ചുരുക്കം ചില പോലീസ് ആക്ടുകളാണ് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പോലീസുകാരുടെ മാനസിക സംഘർഷ ലഘൂകരണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സർക്കാർ സ്വീകരിക്കണമെന്ന് നമ്മുടെ പോലീസ് നിയമത്തെ എഴുതി ചേർക്കാൻ സാധിച്ചു. അത് വലിയൊരു കാര്യമാണ്. പക്ഷെ അത് സംബന്ധിച്ചിട്ടുള്ള പ്രായോഗിക നടപടികൾ ഒരു സമയബന്ധിതമായിട്ട് നടപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം അതിനനുസരിച്ച് ധാരാളം റിസോഴ്സസും ധാരാളം ചിന്തയും ആവശ്യമുള്ളതാണ്. തീർച്ചയായും ഈ നിയമത്തിൽ ഇങ്ങനെ വന്നതോടുകൂടി അതിനുള്ള സാധ്യതകൾ തെളിയുകയാണ്. ഞാൻ പല കാര്യങ്ങളും പോലീസുകാരിൽ എൻകറേജ് ചെയ്തിട്ടുണ്ട്. പോലീസുകാരുടെ കലാവാസനകൾ, പോലീസുകാരുടെ കവിതാ ക്യാമ്പ് ഞാൻ നടത്തിയിട്ടുണ്ട്, അവരുടെ നാടക ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്, അവരുടെ ഒരു മാസികയൊക്കെ ഉണ്ട് കാവൽക്കാരിൽ, അതിനൊക്കെ വലിയ പ്രോത്സാഹനങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ പോലീസുകാരുടെ ജോലി ഈ അടിപിടി വാക്പയറ്റ് മുതലായവയല്ല, അതിനപ്പുറത്തായിട്ട് ചില കാര്യങ്ങൾ കൂടി അവർക്ക് ചെയ്യാനുണ്ട് എന്നൊരു ബോധം, ഞങ്ങൾ സമൂഹത്തിലെ ഉത്തമ പൗരന്മാരാകണം എന്നുള്ള ഒരു ബോധം കൂടി അവരുടെ മനസ്സിൽ സൃഷ്ടിച്ച് അതിനുള്ള നടപടികൾ കൂടി ചില രീതികളിൽ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പൂർണ്ണമല്ല. ഇച്ഛാധിപത്യ രീതിയിലുള്ള പോലീസ് മാറണമെന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായ മാറ്റം ആദ്യം വേണം.
ആ നിയമപരമായ മാറ്റത്തിന് അനുസൃതമായിട്ട് പോലീസ് മാറണം, പോലീസിനോടൊപ്പം സമൂഹവും മാറണം.